സാംസങ്ങിൻ്റെ സാംസങ് A22 എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സാംസങ് A22ൻ്റെ 4G വെർഷനും അതുപോലെ തന്നെ 5G വെർഷനും വരുന്നതായിരിക്കും. ഇപ്പം ഈ ഫോണുകളുടെ റെൻഡേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണുകളുടെ പല സ്പെസിഫിക്കേഷനും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ സാംസങ് A22 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A22 4G എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരൂ എന്നുണ്ടെങ്കിലും ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള സാംസങ് M42 എന്ന ഫോണിലും കാര്യങ്ങൾ ഇതുപോലെയായിരുന്നു. ആ ഒരു ഫോണിലും AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ HD റെസൊല്യൂഷൻ മാത്രമേ ആ ഫോണിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു ഫോണ് 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വില അത്രയും കൂടുതൽ വരാൻ സാധ്യതയില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് ആയിരിക്കും വരിക. കമ്പനി ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ റെൻഡേഴ്സിൽ ഫോണിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ സൈഡിലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 185 ഗ്രാം ആയിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക 8.5 mm ആയിരിക്കും. ഈ ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ ആയിരിക്കും വരിക. ഈ ഒരു കാര്യം റെൻഡേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും വരിക. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, പർപ്പിൾ, ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G80 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതേ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന സാംസങ് A32 4G എന്ന ഫോൺ മുമ്പ് സാംസങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫോൺ വരുന്നത് 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വില അത്രയും കൂടാൻ ചാൻസ് ഇല്ല. 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ഒരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഒരു ആവറേജ് പ്രോസസ്സർ അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് വരാനാണ് സാധ്യത. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. ഈ ഫോണിൽ ആൻഡ്രോയിഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ വരാനാണ് സാധ്യത. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ റെൻഡേഴ്സിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ 48 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഈ ഫോണിൽ 5 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സാംസങ് A22 5G എന്ന ഫോൺ കൊറിയയിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില കുറച്ചും കൂടി കൂടാനാണ് സാധ്യത. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 15,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ്. അപ്പോൾ സാംസങ് A22 4G എന്ന ഫോണും ഏകദേശം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 14,000-15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോണായിരിക്കും സാംസങ് A22 4G എന്ന ഫോണ്. പിന്നെ ഈ പ്രൈസിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഫോൺ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോൺ എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.